ഗുഡ് മോർണിംഗ് എവ്രിവൺ. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ ഡേ 1490 ദിവസത്തിലേക്ക് സ്വാഗതം. ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ്. ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്താണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? എന്താണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്? നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മനോഭാവം, ഒരു ശുഭാപ്തി വിശ്വാസമില്ലായ്മ, എല്ലാറ്റിലും തിന്മ കാണുന്ന ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും. അത് പറഞ്ഞാൽ എല്ലാറ്റിലും തിന്മ എന്ന് പറഞ്ഞാൽ പോരായ്മകൾ കണ്ടുപിടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം, പകുതി ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് പലപ്പോഴും ഓഡിറ്റോറിയങ്ങളിൽ ചോദിക്കുമ്പോൾ ഇതിന് അകത്ത് 2 കൺഫേംഡ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഹാഫ് ഓഫ് ദ ഗ്ലാസ് ഈസ് ഫിൽഡ്, ഹാഫ് ഓഫ് ദ ഗ്ലാസ് ഈസ് എംപ്റ്റി, അല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ്, പകുതി ഗ്ലാസ് ഫിൽഡ് ആണ്, അല്ലെങ്കിൽ പകുതി ഗ്ലാസ് കാലിയാണ് എന്ന് പറയുമ്പോൾ, കാലിയാണെന്നുള്ളതിനെ പെട്ടെന്ന് കാണുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട്. ചില സമയത്ത് ചില ചെറിയ മീറ്റിംഗ് റൂമുകളുടെ ഡോറ് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കാറുണ്ട്. പകുതി ഡോർ അടച്ചിട്ട് പകുതി ഡോർ തുറന്നു വെച്ചിട്ട്, പകുതി ഡോർ അടഞ്ഞതാണ്, പകുതി ഡോർ തുറന്നതാണ് എന്ന് പറയുമ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. യഥാർത്ഥത്തിൽ 2 സ്റ്റേറ്റ്മെന്റും റെഡിയാണ്. ഈ ശരിയായ 2 സ്റ്റേറ്റ്മെന്റിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പലപ്പോഴും ഉള്ളത് കാണുന്നതിന് പകരം ഇല്ലാത്തത് കാണുന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സി അങ്ങനെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ് ഹ്യൂമൻ മൈൻഡിന്റെ ഡിഫോൾട്ട് മെക്കാനിസം നെഗറ്റീവ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ദൈവം നെഗറ്റീവ് ആക്കി വെച്ചതായിരിക്കും എന്ന് തോന്നിപ്പോകുന്ന അത്രമാത്രം വലിയ ഒരു അത്ഭുതമാണ് ഹ്യൂമൻ മൈൻഡ് നെഗറ്റീവ് ഡിഫോൾട്ട് മെക്കാനിസത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചാൽ. ആളുകളുടെ പോരായ്മകൾ കേൾക്കാനും ആളുകളുടെ പോരായ്മകൾ കണ്ടുപിടിക്കാനും പോരായ്മകൾ ഉണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കി നടക്കാനും വലിയ ബൈനോക്കുലറുകൾ വെച്ച് ഇല്ലായ്മകൾ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു കൂട്ടം സമൂഹം ജനങ്ങളുടെ ഇടയിൽ നല്ല രൂപത്തിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് മുഴുവൻ ആളുകൾക്കും അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ മുഴുവൻ ആളുകൾക്കും സാധിക്കും. അതിന് ഡിഫോൾട്ട് മെക്കാനിസം 100% ഓഫ് ഹ്യൂമൻ ബീയിങ്സ് നെഗറ്റീവ് തന്നെ. പക്ഷെ മനുഷ്യരുടെ പോരായ്മകളെ കണ്ടുപിടിക്കാനുള്ള ആവേശവും അതിൻ്റെ താല്പര്യവും അതിൻ്റെ പ്രവണതയും കൂടി വരുന്ന ആളുകളാണ് ശരിക്കും നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന NMA അല്ലെങ്കിൽ നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളുടെ കൂട്ടം. അപ്പോൾ നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ആണോ എനിക്ക് അല്ലേ എന്നുള്ളതാണ് അവനവൻ്റെ ആദ്യത്തെ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കേണ്ടത്, എനിക്ക് നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ അതോ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ആണോ? ഞാൻ നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു അഡിക്റ്റ് ആണോ, അടിമയാണോ എന്നൊക്കെ ചോദിച്ചോங்க. എങ്ങനെയാണ് ഒരാൾ നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡിൻ്റെ പൂർണ്ണമായിട്ട് അഡിക്റ്റ് ആവാൻ സാധ്യതയുള്ളത്? ജെനറ്റിക്കലി ഒന്നിന് സാധ്യത ഉണ്ട്. ഒരു സാധ്യത ജെനറ്റിക്കലാണ്, ജനിതകപരമാണ്. അതായത് ജന്മന അയാൾക്ക് നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ജെനറ്റിക്കലി ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കുടുംബപരമായി പാരമ്പര്യമായി ജനിതകപരമായി പാരമ്പര്യമായി കൈമാറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയറുകളിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്. 2, ജെനറ്റിക്കലി നെഗറ്റീവ് അല്ലെങ്കിൽ പോലും വളർന്നു വരുന്ന സാഹചര്യം കൊണ്ട്, ചുറ്റുപാട് കൊണ്ട്, അറിവ് കൊണ്ട്, നാട് കൊണ്ട്, കൂട്ടുകെട്ട് കൊണ്ട്, വീട് കൊണ്ട്, വീട്ടിലുള്ള ആളുകളെ കൊണ്ട്, വളർത്തിയവരെ കൊണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലെ ആളുകളെ കൊണ്ട് എല്ലാം ചേർന്ന് ഒരാൾ നെഗറ്റീവ് ആകുവാനുള്ള, ജെനറ്റിക്കലി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആകുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഹ്യൂമൻ മൈൻഡിൻ്റെ ഡിഫോൾട്ട് മെക്കാനിസം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് കാണുവാനും നെഗറ്റീവ് അട്രാക്ട് ചെയ്യാനും നെഗറ്റീവിലേക്ക് ടെൻഡ് ചെയ്യാനും ഹ്യൂമൻ മൈൻഡിന് സാധിക്കുന്നു എളുപ്പത്തിൽ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. അത് മാത്രവുമല്ല, നെഗറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ശക്തിയും സ്രോതസ്സും എനർജിയും ഒക്കെ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സ് എല്ലാം നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ വൈ ഷുഡ് വി സസ്റ്റെയിൻ ഇൻ പോസിറ്റിവിറ്റി? നിൽക്കട്ടെ, പോസിറ്റീവിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമുക്ക് നെഗറ്റീവിനെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. പലപ്പോഴും
നല്ല നെഗറ്റീവ് തോട്ട് ഉള്ള ഒരു ചുറ്റുപാടിൽ വളർന്ന ആളുകൾക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവാറുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പലർക്കും സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടും കുറവല്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചില ആളുകൾ അല്ലെങ്കിൽ നല്ല മികച്ച പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വളരണം. എൻ്റെ ക്ലാസിക് ആറ്റിറ്റ്യൂഡ് ഞാൻ പ്രൊട്ടക്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്യുമെന്നുള്ള മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ള പല ആളുകളും എന്തു തന്നെ ചുറ്റുപാടുകളിൽ നിന്ന്, ചുറ്റുവട്ടങ്ങളിൽ നിന്ന്, കൂട്ടുകെട്ടിൽ നിന്ന്, വീടുകളിൽ നിന്ന്, യാത്രകളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, എവിടെ നിന്നും എന്തൊക്കെ ലേണിങ്ങിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് എന്തൊക്കെ തന്നെ നെഗറ്റീവ് വന്നാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റി ആർജിക്കുകയും അതുവഴി സ്വന്തം മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും കണ്ടുവരാറുണ്ട്. ഇത് മികച്ച ക്വാളിറ്റി ആണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് ആളുകൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമോ എന്നതായിരിക്കും മറ്റൊരു സംശയം. ഇത് ആർക്കും സ്വായത്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സർ, എനിക്കിത് സാധിക്കാറില്ല. ചില ആളുകളൊക്കെ ചിലപ്പോൾ ചില മീറ്റിങ്ങുകളിൽ നിന്ന്, ചില ചില സെമിനാറുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷനുകളിൽ ചോദിക്കാറുള്ളതാണ്. സർ, ഈ പറഞ്ഞ രൂപത്തിലുള്ളത് നടക്കാറില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ സ്പൗസ്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടിലുള്ള മറ്റംഗങ്ങളൊക്കെ വളരെ നെഗറ്റീവാണ്. ഞാൻ എങ്ങനെ ഈ നെഗറ്റീവായ ആളുകളുടെ കൂടെ പോസിറ്റീവായി നിൽക്കണമെന്നാണ് സാറ് പറയുന്നത്? ഇതൊരു ഇതൊരു ഒരു നല്ല ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ആർക്കും ഉണ്ടാകാവുന്ന വളരെ സ്വാഭാവികമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പീപ്പിൾ ആർ ഓസം. ആളുകൾ എല്ലാവരും മനോഹരമാണ്. എല്ലാ മനുഷ്യരും മികച്ചവരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ആളുകളുടെ പോരായ്മകളിലേക്ക് നമ്മൾ നോക്കുകയും എൻ്റെ ചുറ്റുപാടുള്ളവർ നെഗറ്റീവാണെന്നും അവർ ശരിയല്ലെന്നും അവരുടെ ശരികേട് കൊണ്ട് എനിക്ക് ശരിയാവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരികയോ കണ്ടെത്തേണ്ടി വരികയോ അതിൽ തീരുമാനം അവസാനിപ്പിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നത്. ഇതിന് പകരം നമ്മുടെ ചിന്ത വഴിതിരിച്ചു വിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വഴിതിരിച്ചു വിടേണ്ട ആവശ്യം എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 6 കോടി ആളുകളെ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് ജനിച്ചു വന്ന ഒരു മനുഷ്യൻ സമ്പൂർണ്ണ വിജയമുള്ളവനും വിജയിച്ചവനും വിന്നിംഗ് സ്പിരിറ്റുള്ള ആളും അതുപോലെ തന്നെ ആളുകളിൽ മികച്ചവനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ മുഴുവൻ കാണേണ്ടത് പീപ്പിൾ ആർ ഓസം. എല്ലാ മനുഷ്യരും മികച്ചവരാണ് എന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് കാണുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ എല്ലാ മത ജാതി വിഭാഗങ്ങളോടും ഭാഷ ദേശ അന്തര നിറ ഭേദമില്ലതിന് വ്യത്യാസമില്ലാതെ ആളുകളോടൊക്കെ ചിരിക്കുമ്പം ഒട്ടുമിക്ക ആളുകളും സംശയത്തോടു കൂടി നോക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാൾ വഴിയിലുള്ള മുഴുവൻ യാത്രകളിലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ കാരണം? ആളുകൾ മനുഷ്യരെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡിഫോൾട്ട് മെക്കാനിസം നെഗറ്റീവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംശയത്തോടെ ആളുകൾ നോക്കാനുള്ള കാരണം. ഇനി പീപ്പിൾ ആർ ഓസം എന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താണ്? എല്ലാ ആളുകളും മികച്ചതാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മോശമായ ആളുകൾ നമ്മുടെ ചുറ്റുപാടത്ത് ഉണ്ടത്? ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള മോശപ്പെട്ട ആളുകളുടെ കാരണം ദേ ആൾസോ ദ പ്രൊഡക്റ്റ് ഓഫ് their circumstances, their situation, their scenarios, their surroundings, their family, their siblings, their parents, their relatives, their neighbors, their teachers, their classmates, their schoolmates, their teachers, their learnings, academics, politics, religion, region, as well as their philosophies, policies, and the society where they lived, and the professional courses and the professional colleagues and the companies and surroundings, situations and region, the places, everything എല്ലാം അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവിനോട് കയർക്കാനോ ഭർത്താവ് ഭാര്യയോട് അടിയുണ്ടാക്കേണ്ട അത്യാവശ്യമൊന്നും ഭൂമിയിലില്ല എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും മനസ്സിനുണ്ടാവും. കാരണം എന്താ? എൻ്റെ ഭർത്താവ് വളരെ നെഗറ്റീവാണ് സർ, എൻ്റെ ഭാര്യ വളരെ നെഗറ്റീവാണ് സർ. 1000-ഓളം കൗൺസിലിങ്ങുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് പല ആളുകളും കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. സി ഒരു വീട്ടിലുള്ള ഒരച്ഛൻ്റെ ഒരമ്മയുടെ മക്കൾ, സഹോദരനും സഹോദരിയും 2 സഹോദരന്മാരും വിചിത്രവും വ്യത്യസ്തവും വൈരുദ്ധ്യവുമായ വൈജാത്യവുമായ വിഭിന്നമായ സ്വഭാവ വിശേഷണങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ 2 അച്ഛൻ്റെയും വ്യത്യസ്തമായ 2 അച്ഛന്മാരുടെയും 2 അമ്മമാരുടെയും മക്കൾ
ഭാര്യയും ഭർത്താവുമായി ഒരുമിക്കുന്ന സമയത്ത് ഒരുപോലെ പെരുമാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് നമ്മൾ അത്യാഗ്രഹം എന്നാണ് വിളിക്കുക. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആരോ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരോ ഒരാൾ പ്രയോറിറ്റി റീസെറ്റ് ചെയ്ത് ലൈഫിലേക്ക് കമ്മിറ്റ്മെന്റ് ആയി ഏറ്റെടുത്തിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ലൈഫിനെ കമ്മിറ്റ്മെന്റ് ആയി ഏറ്റെടുക്കുകയും പ്രയോറിറ്റി റീഅറേഞ്ച് ചെയ്യുകയും, അല്ലെങ്കിൽ ഇന്ന് ഇന്ന് കാണുന്ന പോപ്പ് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആളുകൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും മികച്ചവരാണ്. അവരെ മികച്ച ആളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മികവ് കൊണ്ടുവരാൻ സാധിച്ചാൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നിങ്ങളുടെ മികച്ച ആറ്റിറ്റ്യൂഡിലേക്ക് അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ് ഏറ്റവും വലിയ മനോഹാരിത. അങ്ങനെ ആളുകളെ അട്രാക്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനേ സാധിക്കൂ. അല്ലാതെ ആളുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്, യു കനോട്ട് ചേഞ്ച് ദ വേൾഡ്, യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. ദെൻ വെൻ യു ചേഞ്ച് യുവർ സെൽഫ്, ദ പീപ്പിൾ വിൽ ചേഞ്ച് സറൗണ്ടിങ് ഓഫ് യു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾ മാറുമ്പോൾ മാറിക്കോളും എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ അടിസ്ഥാനപരമായ തത്വം ഇതാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റുവാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഉണ്ട്. നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടോ? ഉണ്ട്. അത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടോ? ഉണ്ട്. നമുക്കുണ്ടോ? നമുക്കും ഉണ്ടാകാം. ഇനി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളുണ്ട്. വി വിൽ ഡിസ്കസ് ഇസ് ടുമോറോ. 1491 ദിവസം, നാളെ ഓഗസ്റ്റ് 20, 2024, നമ്മൾ നാളത്തെ പ്രഭാതത്തിൽ ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. So I wishing you all the very best and have a great day. God bless. And thank you so much. Thank you all and love you all. Bye. Bye for now.